വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അന്യരെ വിധിക്കരുത്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അവനൊരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടന് കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കപടനാട്യക്കാരാ, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. തന്റെ അനുയായികൾക്കായി യേശു നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടത്തിൽ നിന്ന്. യേശുവിന്റെ അനുയായികളാകാൻ ആഗ്രഹിക്കുന്നവർക്കായി യേശു നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടത്തെ സംബന്ധിച്ചുള്ള തന്റേതായ കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഇവിടെ പ്രധാനമായും യേശു നിർദ്ദേശിക്കുന്ന കാര്യം അന്യരെ വിധിക്കുക എന്നുള്ള ആ പ്രക്രിയ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന യാഥാർത്ഥ്യമല്ല എന്നുള്ള ഒരു കാര്യമാണ്. യേശു അന്യരെ വിധിക്കരുത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് തെളിവായ രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി, തെറ്റും ശരിയും മനസ്സിലാക്കി, അത് തെറ്റാണെന്നും അത് ശരിയാണെന്നും വിധി പ്രസ്താവിക്കാനുള്ള കഴിവ് സൃഷ്ടാവായ ദൈവം മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന ഒരു സിദ്ധിയാണ്. ഈ സിദ്ധി ഉപയോഗിക്കരുത് എന്നാണോ യേശു ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ താൻ തനിക്കെതിരായിട്ട് തന്നെ നിലകൊള്ളുന്നു എന്ന് നാം പറയേണ്ടി വരും. യേശു ഉദ്ദേശിച്ചത് തീർച്ചയായും അതല്ല. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വിധിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മുൻവിധി നടത്തരുത്, ദുർവിധി നടത്തരുത്, അന്യായവിധി നടത്തരുത്. ഈ യാഥാർത്ഥ്യമാണ് യേശു ഊന്നൽ കൊടുക്കുന്നത്. കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രവണതകളിൽപ്പെട്ടതാണ് അവനവനിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവയെ പരിഹരിക്കാനുള്ള പ്രവണതയേക്കാൾ മറ്റുള്ളവരിലുള്ള ചെറിയ തെറ്റുകൾ പോലും കണ്ടുപിടിച്ച് അവയെ പർവ്വതീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കുറ്റം വിധിക്കാനുള്ള പ്രവണത. അത് ധന്യമായൊരു ജീവിതത്തിന് ഉതകുന്നതല്ല. എന്റെ ശിഷ്യന്മാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതല്ല എന്നാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ ഉത്തരവാദിത്വം തന്നിരിക്കുന്ന ജീവിതം വിജയപ്രദമായ രീതിയിൽ അത് നടത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്താൽ ബന്ധപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല മറ്റുള്ളവരുടെ ജീവിതം. അതിന് ഉത്തരവാദികൾ അവരാണ്. അതുകൊണ്ട് നാം പ്രധാനമായിട്ട് ഉന്നം വയ്ക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളോ വികല്പങ്ങളോ പാളിച്ചകളോ അവ കണ്ടെത്തി അവയെ പരിഹരിക്കാനുള്ള തീക്ഷ്ണതയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടല്ല ആദ്യമായിട്ട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് യേശു അടിവരയിട്ട് തന്റെ അനുയായികളാകാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് നമുക്ക് കരുതണം.